മനുഷ്യൻ പണമുണ്ടാക്കാനായി ആരോഗ്യം ത്യജിക്കുന്നു. തുടർന്ന് ആരോഗ്യം വീണ്ടെടുക്കാൻ പണം ത്യജിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക മൂലം ഇന്നത്തെ ദിവസം ആസ്വദിക്കാതെ ഒരിക്കലും മരിക്കില്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്നു. എന്നിട്ട് ഒരിക്കലും ജീവിക്കാതെ മരിച്ചു പോകുന്നു. ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് അറിവില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ ആളുകൾ കൂടുന്തോറും സ്വയം നേരിടാനുള്ള നമ്മുടെ കരുത്ത് ക്ഷയിച്ചു കൊണ്ടേയിരിക്കും. ജീവിതം മരണത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ആളുകൾ എന്നെ സ്നേഹിക്കുന്നത്, പക്ഷെ നിങ്ങളെ വെറുക്കുന്നു? മരണം പ്രതികരിച്ചു, കാരണം നിങ്ങളൊരു മനോഹരമായ നുണയാണ്, ഞാൻ വേദനാജനകമായ ഒരു സത്യവും. ഇടയ്ക്കെല്ലാം തനിയെ നടക്കുക. ചേർന്നിരിക്കുമ്പോഴും ചേർന്ന് നടക്കുമ്പോഴും കാണാതെ പോകുന്ന പല കാഴ്ചകളും തനിച്ചാകുമ്പോൾ കണ്ണിൽ കുരുങ്ങും. ആർക്കു വേണ്ടിയും ആരെയും നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം ഒരാളും മറ്റൊരാൾക്ക് പകരം ആവുകയില്ല. ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടൊരിക്കലും തിരിച്ചു കിട്ടുകയുമില്ല. ചിലർ അങ്ങനെയാണ്. അവർക്ക് എപ്പോഴാണോ നമ്മളെ ആവശ്യം അപ്പോൾ മാത്രം നമ്മളെ തിരക്കി വരും. അല്ലെങ്കിൽ അവരെ മാത്രം കാത്തിരിക്കുന്ന വിഡ്ഢികളാണ് നമ്മൾ. ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കും. കാരണം ഇത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നു. എത്രമാത്രം ഒറ്റപ്പെട്ടു പോയാലും മറ്റുള്ളവർക്കും ശല്യം ആവാതിരിക്കുക. കാരണം ഒറ്റപ്പെടലിനേക്കാൾ വേദനയാണ് ഒഴിവാക്കലുകൾക്ക്. ഏതു കാര്യവും ക്ഷമയോടെ പരിശ്രമിച്ചാൽ അതിൽ തീർച്ചയായും ഫലം ലഭിക്കും. തെളിഞ്ഞു കാണുന്ന പുഴകളെല്ലാം ശുദ്ധമാണെന്ന് കരുതരുത്. ആഴങ്ങളിലാകെ അഴുക്കായിരിക്കും ചില മനുഷ്യരെ പോലെ. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ സംസാരിക്കുക, അവരോടൊപ്പം കളിക്കുക. മറ്റാരേക്കാളും നിങ്ങൾ അവർക്ക് മികച്ച സുഹൃത്തായിരിക്കണം. ഈ സമൂഹം ധാരാളം ചീത്ത സുഹൃത്തുക്കളെ പ്രദാനം ചെയ്യുന്നു. അവർ അത്തരം സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അവരുടെ ഏറ്റവും മികച്ച സുഹൃത്തിനെ അവർക്ക് നിങ്ങളിൽ കണ്ടെത്താൻ സാധിക്കണം. ഓരോ അവസരവും കൃത്യമായി തന്നെ നമ്മൾ ഉപയോഗിക്കണം. കാരണം പിന്നിലേക്ക് തിരിച്ചു നടക്കാൻ കഴിയാത്ത ഒരു ദിശയിലേക്ക് മാത്രം സഞ്ചരിക്കുന്ന പാതയാണ് നമ്മുടെ ജീവിതം. ഉയർച്ചയും താഴ്ചയും സന്തോഷവും സങ്കടവുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ജീവിതം ഏറ്റവും മനോഹരമാകുന്നത്. നിങ്ങളുടെ സമ്മതമില്ലാതെ ആർക്കും നിങ്ങളെ വില കുറച്ച് കാണാൻ കഴിയില്ല. എല്ലായിടത്തും ആത്മസംയമനം പാലിക്കുക. ബഹുമാനം നിങ്ങളെ തേടിയെത്തും. വലിയ പരാജയങ്ങൾ സ്വീകരിക്കാൻ ധൈര്യപ്പെടുന്നവർക്ക് മാത്രമേ ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയൂ. നിങ്ങളുടെ മൗനം കൊണ്ട് ഒരു രംഗം ശാന്തമാകുന്നുവെങ്കിൽ, മനോഹരമാകുന്നുവെങ്കിൽ നിങ്ങളുടെ മൗനം അതിമനോഹരമാണ്. ജീവിതത്തിൽ നാം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പാഴായി പോവില്ല. ഒരുപക്ഷെ നാം ആർക്ക് ചെയ്തുവോ അവരിൽ നിന്നാവില്ല തിരിച്ചു കിട്ടുക. മറ്റാരിൽ നിന്നെങ്കിലും ആവാം, പക്ഷെ തിരിച്ചു കിട്ടിയിരിക്കും. പരിഹാസങ്ങളിൽ തളരാതിരിക്കുക. കാരണം പരിഹാസം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവരാണ് പിന്നീട് ഇതിഹാസങ്ങൾ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചത്. കുറ്റപ്പെടുത്തി കണ്ണ് നിറയ്ക്കുന്നതല്ല, കൂടെ നിർത്തി കണ്ണീർ തുടയ്ക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം.